ഇപ്പോൾ 3 റിസൾട്ട് കൂടി വരുന്നുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ബി.ജെ.പി ജയിച്ചു. സിറ്റിംഗ് സീറ്റ് ബി.ജെ.പി നിലനിർത്തി എന്നാണ് സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നത്. നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി ഗീതാ റാണി ജയിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിലെ 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സുജിത വിജയിച്ചു. യു.ഡി.എഫ് സിറ്റിംഗ് സീറ്റ് യു.ഡി.എഫ് തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ചൊവ്വന്നൂർ പഞ്ചായത്ത് 3-ാം വാർഡ് യു.ഡി.എഫ് നിലനിർത്തി. സെബി മുണ്ടുംപാൽ 25 വോട്ടിനാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. ഈ 3 വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ഈ 31 ഡിവിഷനുകളിലെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിശോധിക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ യു.ഡി.എഫിന് ഒരു മുൻതൂക്കമുണ്ട്. അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നു, ചിലത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കായംകുളത്ത് പത്തിയൂരിലെ ജയം അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് മുഴുവൻ കണക്കുകളും വരുമ്പോൾ മാത്രമേ സിറ്റിംഗ് സീറ്റുകളിൽ എത്ര നിലനിർത്താൻ കഴിഞ്ഞു, എത്ര നഷ്ടപ്പെട്ടു LDF-നും യു.ഡി.എഫിനും ബി.ജെ.പിക്കും എന്നറിയണം. പക്ഷേ പ്രാഥമികമായി വരുന്ന കണക്കുകളിൽ യു.ഡി.എഫിന് നേരിയ മുൻതൂക്കമുണ്ട്. അത് SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അങ്ങേയറ്റം അങ്ങനെ വലിയ രാഷ്ട്രീയം ആകണമെന്നില്ല. പ്രാദേശിക പ്രശ്നങ്ങളും പ്രാദേശിക രാഷ്ട്രീയവും വ്യക്തിബന്ധങ്ങളും ഒക്കെയാണ് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകളിലേത്. പക്ഷേ നഗരസഭകളിലും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും ഒക്കെ വരുന്നത് കുറെ കൂടി രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്. അതിൻ്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. SK